ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ അമ്മമ്മ അടുത്ത് വഴിയരികെ വെച്ച് സംസാരിക്കുകയാണ്. കല്യാണിയും കാർത്തിയും കൂടിയിട്ട് അമ്മമ്മ ഇങ്ങനെ നടന്ന മതിയോ, ഞങ്ങളുടെ വീട്ടിലേക്ക് നമുക്ക് കുറച്ച് ദിവസം അത് നിന്നൂടെ? അയ്യോ മോളെ, വേണ്ട മോളെ, ഞാൻ ഇങ്ങനെയൊക്കെ കാദംബരിയുടെ വീട്ടിൽ പോയി സഹായിച്ചു വന്നു. രതീഷ് എന്നപ്പോഴേക്ക് ഞാനിങ്ങോട്ട് പോകുന്നു. അവിടെ നിന്നാൽ ശരിയാവില്ല അമ്മമ്മേ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രകാശൻ എന്ന് പറഞ്ഞ ആളെ ആ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചിട്ട് കിരണേട്ടൻ പറഞ്ഞത് രാഹുലിന്റെ ഗുണ്ടകളാണെന്ന്. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് മോളെ. ഈ പ്രകാശ് എന്ന് പറഞ്ഞാലും രാഹുലും തമ്മിൽ, പ്രകാശ് എന്ന് പറഞ്ഞവനും രാഹുലും തമ്മിൽ ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവർ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടേക്ക് ചിലപ്പോൾ അവിടെ വന്ന് അവൻ കിടന്നത് പോലും. അതുകൊണ്ട് അവനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ വീട്ടിലൊന്നും കയറ്റും വേണ്ട. അയാളെ കുറിച്ച് ഒന്നും അറിയാതെ വീട്ടിലേക്കൊന്നും കയറ്റുമൊന്നുമില്ല അമ്മ എന്ന് പറയാണ്. എന്തായാലും അവൻ എന്നെ കാണുമ്പോഴേക്ക് കാല് പിടിച്ച് പറയുകയും കരയൊക്കെ ചെയ്യുന്നുണ്ട്. പെമ്മക്കളോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാണെന്നും പെമ്മക്കളെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കില്ല മോളെ. ഒരു കാരണവശാലും ഒരു ദിവസം രാത്രി പോലും അവനെ അവിടെ കയറ്റരുത്. വിശ്വസിക്കാൻ പറ്റാത്തവൻ അവൻ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്തായാലും അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നും ഒരു ദിവസം പോലും നിൽക്കാത്തത്. അമ്മമ്മ ഞങ്ങൾക്ക് വിശ്വാസമാണ് അമ്മമ്മേ. പിന്നെന്താ അമ്മ ഞങ്ങളുടെ കൂടെ നിൽക്കാത്തത്? മോൾ എത്ര വിശ്വാസമാണെങ്കിലും ഞാൻ എത്ര നേരം വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാം, പകല് ഫുള്ളും. പക്ഷെ രാത്രി ആയിക്കാൻ ഞാൻ പോകും മോളെ. സായനത്തിൽ പോയി കിടന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. എങ്കിലും ശരി, അമ്മനെ ഞങ്ങൾ നിർബന്ധിക്കണില്ല. പക്ഷെ അമ്മമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ വരണം. ശരി, ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയാണ്. അങ്ങനെ അമ്മമ്മനെയും കൂട്ടിക്കൊണ്ട് കല്യാണിയും കാർത്തികയും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാട്ടോ. ശേഷം കാണിക്കുന്ന പ്രകാശിനെയാണ്. പ്രകാശിനെ ഫോൺ എടുത്ത് രാഹുലിന്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കാട്ടോ. രാഹുൽ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, എന്താടാ പ്രകാശ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ സാറിപ്പോ എവിടെയാ? സാറേന്നോ? നീ എന്നെ എടാന്നോ പോടാന്നോ നീ എന്നൊക്കെയല്ലേ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്താടാ വീണ്ടും ഒരു സാറേ വിളി? അല്ല, എന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കണമല്ലോ. ഞാനിപ്പോ ഏതവസ്ഥയാണ് നിൽക്കണമെന്നും എന്തവസ്ഥയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടോ ഞാൻ പെരുമാറാനായിട്ട്. അല്ല, നീ ഇപ്പൊ എന്നെ വിളിച്ചത്? അല്ല സാറേ, ഞാൻ സാറിനെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. സാറിപ്പോ എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. വേണ്ടടാ, നീ ഇങ്ങോട്ട് വന്ന് കാണണ്ട. നീ എവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം എന്ന് പറയാണ്. അപ്പൊ രാഹുലും മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഇനി ആ സ്ഥലമൊക്കെ അറിഞ്ഞിട്ട് ആളെ വിട്ട് തല്ലിപ്പിക്കാനാണോ എന്തോ. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ പറയണ്ടേടാ, നീ എവിടെയാ നിൽക്കണത്? ഞാൻ അങ്ങോട്ട് വരാം. സാർ അന്ന് എന്നെ വന്ന് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം വന്ന് എന്നെ കണ്ടില്ലേ റോഡ് സൈഡ് ഒരു കടയുടെ തിണ്ണയില്? അവിടെ തന്നെയാണ് ഞാൻ കിടക്കുന്നത്. ശരി, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് രാഹുൽ പറയാണ്. ശേഷം പ്രകാശൻ ദേഷ്യത്തോടു കൂടി തന്നെ ഫോൺ കട്ട് ചെയ്യണം. അവൻ്റെ ഒരു വരവ് എൻ്റെ മക്കളെ ദ്രോഹിക്കാൻ നിൽക്കണവനാ, ഇവനെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പ്രകാശൻ മനസ്സിൽ വിചാരിക്കാട്ടോ. ശേഷം പ്രകാശൻ കല്യാണിനെ ഫോൺ വിളിക്കുന്നുണ്ട്. കല്യാണിങ്ങനെ ഫോൺ പ്രകാശിന്റെ കോളാണ് കേട്ടോ. കല്യാണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദീപ വരുന്നുണ്ട്. ആരാ മോളെ? അയാളാ, ആ വിക്രത്തിന്റെ അച്ഛൻ. എന്തിനാ അയാൾ മോളെ വിളിക്കണത്? അറിയില്ല, എന്തായാലും എടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോൺ എടുക്കാണ്. ഹലോ, മോളെ എനിക്ക് മോളെയും കല്ലുമോനൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ വരെ ഒന്ന് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ല. മോളൊന്നും കൊണ്ട് പേടിക്കണം കേട്ടോ. ഞാനല്ല വണ്ടിയുടെ ബ്രേക്ക് കളഞ്ഞെന്ന് മോൾക്ക് മനസ്സിലായല്ലോ. ഞാൻ നിരപരാധിയാണെന്ന് മോൾക്കും കിരണിനെയൊക്കെ മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്. അതെ, നിങ്ങളാണ് ബ്രേക്ക് കളഞ്ഞെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴെനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ആ രാഹുൽ എന്ന് പറഞ്ഞ ആളുടെ കൂടെ ഒരുപാട് നടന്നതല്ലേ? അപ്പൊ നിങ്ങളും അയാളും കൂടി ചേർന്നിട്ടേക്കും ചിലപ്പോൾ ഈ തന്ത്രം മെന്നെടുത്തത്. മോള് ഒരിക്കലുമില്ല, അവനായിട്ട് ഇപ്പൊ എനിക്കൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ മോൾക്കൊരു ഉറപ്പ് തരാം, ഞാൻ ജീവനോടുള്ളപ്പോൾ മോൾക്കൊന്നും സംഭവിക്കില്ല. രാഹുൽ മോളൊന്നും ചെയ്യില്ല മോളെ. ഞാൻ രാഹുലിന്റെ കൂടെ കൂടാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അയാളുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ മോൾക്കെതിരെ ഒരു ചെറു വിരലിണക്കിയ ഇനി ഞാൻ അറിയും. ഞാൻ ഇനി മോളെ സംരക്ഷിക്കും. അത് പറയാൻ വേണ്ടി ഞാൻ മോളെ വിളിച്ചത്. ഇനിയുള്ള എൻ്റെ ജീവിതം മോളെയും കൊച്ചുമക്കളെയൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് പ്രകാശൻ ഫോൺ വെച്ചുമ്പോൾ കല്യാണി എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ദീപ ചോദിക്കണ്ടേ, എന്താ മോളെ, എന്താ അയാൾ പറഞ്ഞത്? അയാൾ പറയാ രാഹുലിന്റെ കൂടെ കൂടാൻ പോവാണെന്ന്. രാഹുൽ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ അതിൽ ഇടപെടുമെന്നൊക്കെയാ പറഞ്ഞത്. വിശ്വസിക്കേണ്ട മോളെ, അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്. അതേതല്ലേ കല്യാണം എനിക്കും പറയാനുള്ളത്. അയാളുടെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല. അയാളെ റോഡരികെ വെച്ചെങ്ങാനും കാണുവാണെങ്കിൽ എന്തിനാ കൊടുത്തിട്ട് ഒഴിവാക്കണം. വീട്ടിൽ കേട്ടുള്ള പരിപാടിയൊന്നും വേണ്ട അമ്മ. പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അയാളിവിടെ കുഞ്ഞിനെ കാണണമെന്നൊക്കെ പറഞ്ഞു വരും. അമ്മ കേറ്റരുത് മോനെ, ആ കാര്യം ഞാൻ ഏറ്റു. അയാളിവിടെ വന്നു കഴിഞ്ഞാൽ അയാളെ കയ്യിൽ ഞാൻ തല്ലി ഒടിക്കും എന്ന് പറയാണ്. കല്യാണി, നിന്നോടും കൂടിയാ പറയാനുള്ളത്. അയാളുടെ ഉദ്ദേശം എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അയാൾ അടുപ്പിക്കാനും വെറുപ്പിക്കാനും ഇല്ല കിരണേട്ട, ഞാൻ അടുപ്പിക്കാൻ പോകണമെന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം അയാൾ എന്താണ് അയാളെ ഉദ്ദേശമെന്ന് എന്ന് കിരൺ പറയാട്ടോ. പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ്. പ്രകാശിന്റെ അടുത്തേക്ക് അന്വേഷിച്ച് രാഹുൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പ്രകാശിന്റെ കടത്തന്നെ തന്നെ ഇരിക്കുകയാണ്. രാഹുൽ കാറിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
ആ പ്രകാശ വാ എന്ന് പറഞ്ഞിട്ട് രാഹുൽ വിളിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ രാഹുലിന്റെ കൂടെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. വണ്ടിയിലേക്ക് കയറുന്ന പ്രകാശനടുത്ത് രാഹുൽ പറയുന്നുണ്ട്, എന്നാലും നീ മാറിന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ എന്ത് പറ്റിയിടാ എന്നെ വിളിക്കാനായിട്ട്? എന്ത് പറയാനാടാ? ഞാൻ ഓരോരോ പ്രാവശ്യം എന്റെ മോനെ കാണാൻ വേണ്ടി ജയിലിൽ പോകുമ്പോഴും എന്റെ ദേഷ്യവും വൈരാഗ്യമൊക്കെ കൂടി വരിക. എങ്ങനെ കിരണിനെയും കരണിനെയും ഇല്ലാതാക്കണം, അതിന് അവരുടെ സ്നേഹവും വിശ്വാസവും പേടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും നോക്കിയത്. അപ്പോഴാണല്ലോ എന്നെ പോലീസുകാർ പിടിച്ചത്. എന്നാലും നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോട് കൂടി പറയായിരുന്നു. അതിനെങ്ങനെയാ നിനക്കെന്തെങ്കിലും പറയാന്ന് വെച്ചാൽ നീ മോന്റെയും മരുമോളെയും മോനെയും അതുപോലെ തന്നെ മോളെയും കൊച്ചുമക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായിട്ടാണല്ലോ എന്റെ മുമ്പിൽ അഭിനയിച്ചത്. അതുകൊണ്ടാണ് എന്റെ പ്ലാനിങ് ഒന്നും നിന്നോട് പറയാതിരുന്നത്. എന്നാലും ആ കാറിന്റെ ബ്രേക്ക് അഴിച്ചിടുന്ന സമയത്ത് നിനക്ക് എന്നോട് പറയായിരുന്നു. ഞാൻ കാറിന്റെ ബ്രേക്ക് അഴിച്ചിട്ട കാര്യം നീ എങ്ങനെ അറിഞ്ഞു? പോലീസുകാർ പറഞ്ഞു. അല്ല, നീ അന്ന് കാറിന്റെ ബ്രേക്ക് അഴിച്ചിടാൻ വേണ്ടി രണ്ടുപേരെ പറഞ്ഞയച്ചില്ലേ? അന്ന് ഞാൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാനും അന്ന് പോയത് കാറിന്റെ ബ്രേക്ക് അഴിച്ചിടാനായിട്ടായിരുന്നു. ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് കാറിന്റെ ബ്രേക്ക് അഴിച്ചിടാന്ന് വെച്ച് നോക്കിയപ്പോഴാണ് രണ്ട് ഗുണ്ടകൾ വന്ന് ബ്രേക്ക് അഴിച്ചിടാൻ ഞാൻ കണ്ടത്. ഞാൻ ചെയ്യേണ്ട പണി എന്തായാലും അവർ ചെയ്തല്ലോ. ആ ഒരു സമാധാനത്തിൽ ഞാനവിടെ കിടന്നപ്പോഴാണ് രാവിലെ ആയപ്പോഴേക്കും എന്നെ പോലീസുകാർ പൊക്കിയത്. പിന്നീട് ആ ഗുണ്ടകൾ അവർ പൊക്കി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഗുണ്ടകൾ പറഞ്ഞു നീയാണ് ഇതിന് പിന്നിലെന്ന്. അതുകൊണ്ട് എന്നെ വെറുതെ അവർ പറഞ്ഞയച്ചു. ഓഹോ, അപ്പൊ പോലീസുകാരെ തെരഞ്ഞെടുക്കുന്നുണ്ടാവുമല്ലേ? ആയിരിക്കും. എന്തായാലും രാഹുലെ, നിന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ചിന്ത നീ എന്നോട് കൂടി പറ. എന്തായാലും കിളിനെയും കലനെയൊക്കെ ഇല്ലാതാക്കണുള്ളത് എന്റെയും കൂടി ആഗ്രഹമാണല്ലോ. നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാവാടാ. എനിക്കെന്തോ ഇതൊന്നും ഫുള്ള് വിശ്വാസമായിട്ട് തോന്നുന്നില്ല. നീ മാറിയെന്നൊക്കെയാണല്ലോ നീ എന്നോട് അന്ന് പറഞ്ഞത്. ഇല്ലടാ രാഹുലെ, ഞാൻ മാറിയെന്ന് നിന്റെ മുമ്പിൽ പോയി ഞാൻ അഭിനയിച്ചതാണ്. എനിക്കൊരിക്കലും മാറാൻ പറ്റില്ലടാ. ചെറുപ്പം കാലം തൊട്ടേ എനിക്ക് അവളായിരുന്നു ശത്രു, ആ കല്യാണി എന്ന് പ്രകാശൻ പറയാണ്. ശേഷം പ്രകാശൻ രാഹുലിന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ വിചാരിക്കണം, എടാ ദുഷ്ട, നീ ഞാൻ ജയിച്ചപ്പോ എന്റെ മോളെ ഒരു പോറൽ പോലെ ഏൽക്കാതെ ഞാൻ സമ്മതിക്കില്ലടാ എന്ന് എന്റെ മോളുടെ കൂടെയുള്ളത് നല്ല രണ്ടും തട്ടുള്ള പയ്യനാടാ. ഒരിക്കലും അവൾക്ക് ഒരു ആപത്ത് വരാൻ ദൈവങ്ങളും എന്റെ മരുമോനും സമ്മതിക്കില്ലടാ എന്നൊക്കെ പ്രകാശ് എന്നെ മനസ്സിൽ വിചാരിക്കുന്നുട്ടോ. ശേഷം രാഹുൽ പറഞ്ഞു, എന്തായാലും എനിക്കിപ്പോ നിന്നെ കുറച്ചൊക്കെ വിശ്വാസമായി. നമുക്ക് ഞാൻ ഉള്ളിടത്ത് ഇപ്പൊ നിൽക്കുന്നിടത്ത് നമുക്ക് പോകാം. ഉള്ളേരിയാണ്, ആരും പ്രത്യേകം ശ്രദ്ധിക്കാത്തത് ഒരു സ്ഥലം. വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. സരയു എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് മനോഹർ വരുന്നുണ്ട്. ഈശ്വര, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? മോളു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മനുവേട്ടനോ? എന്താ മോളു ഒരേ ആലോചന? അല്ല, ഞാൻ വാങ്ങിച്ചത് മാല എവിടെ പോയി? അല്ല, അതിന്റെ കമ്പൊക്കെ തീർന്നോ? അതോ ഞാൻ ഇന്ന് പുറത്തു പോയായിരുന്നു മനുവേട്ട. അപ്പോ പുറത്തു പോയപ്പോഴേക്കും ആ മാല ഞാൻ ഊരി വെച്ചു. പുറത്തു പോകുമ്പോൾ മാല ഇട്ടൂടെ മോള്? അല്ല, അത് പുറത്തു പോകുമ്പോൾ ഇടേണ്ട കാര്യമില്ലല്ലോ മനുവേട്ട. അത് ശരിയാ, ഇതൊക്കെയാ പെമ്പിള്ളയുടെ കുഴപ്പം. ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും, പക്ഷെ കിട്ടിക്കഴിഞ്ഞാലോ അത് ഉപയോഗിക്കത്തുമില്ല. അല്ല മനുവേട്ട, എനിക്ക് കടയിൽ പോകണമെന്ന്. അല്ല, എന്ത് മേടിക്കാനായിരുന്നു? എന്നോട് പറഞ്ഞൂടെ, ഞാനും കൂടി വന്നാനല്ലോ. കടയിൽ പോയപ്പോൾ ആ കട അടച്ചിരിക്കായിരുന്നു. കുഞ്ഞിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളാണ്. പിന്നെ മനുവേട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. മനുവേട്ടനും കുറെ തിരക്കിലൊക്കെ ആണല്ലോ. അതേ മോള് പറഞ്ഞ ശരിയാ. അല്ല മനുവേട്ടാ, പോകേണ്ട സാധനങ്ങളൊക്കെ മനുവേട്ടൻ എടുത്തു വെച്ചായിരുന്നോ? എല്ലാം എടുത്തു വെച്ചോ മോളും എടുത്തു വെച്ചോ. എടുത്തു വെച്ചില്ലെങ്കിൽ മോള് പേപ്പറിൽ എന്തൊക്കെയാ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതണം. എന്നിട്ട് എടുക്കുമ്പോൾ ആ സാധനങ്ങൾ ടിക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ തന്നെ മനുവേട്ടൻ ഞാൻ ചെയ്യണത്. മനുവേട്ടൻ കുടിക്കുന്നതിന് വേണം ചായയോ കാപ്പിയോ എന്തെങ്കിലും. ചൂട് കോഫി കിട്ടിയാൽ നല്ലതായിരുന്നു. ശരി, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സരിയു നിലത്തേക്ക് പോവാണ്. സരിയുടെ പറച്ചിൽ എന്തൊക്കെയോ സംശയം തോന്നട്ടെ മനോഹറിനെ. ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് എന്നെ സംസാരിക്കണത്? അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് മനോഹർ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ ഇപ്പൊ നിൽക്കുന്നിടത്ത് പ്രകാശിനെ കൊണ്ടുപോകുന്നുണ്ടോ. പ്രകാശിന് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് രാഹുൽ അടുത്തേക്ക് വരുവാണ്. പാലില്ലാത്തോണ്ട് കട്ടൻ ചായ എടുത്തത്. എടാ രാഹുലെ, നീ എന്തിനു പറയാൻ ഭക്ഷണമൊക്കെ നിനക്ക് വെച്ചു തരാട്ടോ. വേണ്ടടാ, എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് ഭക്ഷണം നീ വെക്കണ്ട, ഞാൻ പുറത്തുനിന്ന് വരുത്തിക്കോളാം. നിനക്കുള്ളത് വരുത്തിക്കാം എന്ന് രാഹുൽ പറയാണ്. പ്രകാശ് മനസ്സിൽ പുച്ഛത്തോടെ ചിരിക്കുകയാണ്. കാരണം രാഹുലിനെ കൊല്ലാനൊരു അവസരം കാത്തിരിക്കുകയാണ് പ്രകാശിന് കേട്ടോ. അങ്ങനെ പ്രകാശ് പുച്ഛത്തോടെ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എടാ രാഹുലെ, ഇനിയുള്ള നമ്മുടെ നീക്കം ഒരുമിച്ചായിരിക്കണം. ശരിയാടാ, നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്ത് വേണമെങ്കിലും വെട്ടിപ്പൊളിക്കാം. ആ ഗംഗപ്രസാദും നിന്റെ മോനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആയിരുന്നു. രൂപയുടെ കുടുംബവും കല്യാണിയുടെ കിരണിന്റെ കുടുംബവും ഒക്കെ എല്ലാം ഒരുമിച്ചില്ലാതാക്കായിരുന്നു. ആ ഗംഗപ്രസാദ് ഒരു 1.5 മുതലാടാ. പക്ഷെ അവൻ ജയിലിലായി പോയല്ലോ. നീ വിഷമിക്കണ രാഹുലെ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നാൽ ഇനിയും നമുക്ക് പലതും ചെയ്യാം, ഉണ്ടാക്കാം. കിരണിനെയും കല്യാണിനെയൊക്കെ ഇല്ലാതാക്കാം. അതേടാ, നീ അതിന് എന്റെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ നിന്റെ കൂടെ തന്നെ ഇടാ രാഹുലെ എന്ന് പ്രകാശം പറയാൻ കേട്ടോ. പക്ഷെ പ്രകാശം മനസ്സിൽ വിചാരിക്കണേ, എടാ രാഹുലെ, നിന്നെ ഞാൻ വെച്ചിട്ടിടാ. എന്റെ മോളുടെ ദേഹത്തെ ഒരു പോറിൽ വീണ് ഞാൻ വെച്ചേക്കില്ലടാ. അന്നേരം അവൾക്ക് മുടിന്റെ ഭാഗ്യം തന്നെയാടാ. ഞാൻ അവളുടെ കാറിന്റെ ബ്രേക്ക് കളഞ്ഞപ്പോഴേ അവര് തീർന്നെന്നാണ് വിചാരിച്ചത്. അതേടാ, അവൾക്ക് മുടിന്റെ ഭാഗ്യം തന്നെയാ. ചെറുപ്പം മുതൽ അവൾ അങ്ങനെ തന്നെയാണ്. അറിയാലോ, അവളുടെ കൂടെ ദൈവവും മുടിന്റെ ഭാഗ്യം ഒക്കെ ഒരുമിച്ചുണ്ട് അവൾക്ക്. അവളുടെ ഭാഗ്യം ഞാൻ ഇല്ലാതാക്കോടെ പ്രകാശ എന്ന് രാഹുൽ പറയുമ്പോൾ പ്രകാശൻ രാഹുലിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.